2025 first cup we got it. എനിക്ക് So good morning guys and very happy new year. So ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ റിസോർട്ടിന് തന്നെ ഒരു പ്രൈവറ്റ് വാട്ടർഫോൾ ഉണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ച് നടന്ന് കയറണം. ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് പോകേണ്ടതും. സോ അതിന് എക്സ്പ്ലോർ ചെയ്യാണ് നമ്മൾ ഇന്നത്തെ പോക്ക്. നമുക്ക് പോകാം. വാ, ശരിക്കും നല്ലൊരു വ്യൂ തന്നെയുണ്ട്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത്രയും ചൂടറിയുന്നില്ല. കാരണം ഇവിടെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. എന്നാലും നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ സൗണ്ട് കേൾക്കാം. നമുക്ക് നോക്കാം. സോ ഗൈസ്, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ചെറിയ വെള്ളച്ചാട്ടം കാണാം. നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റുമെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അതും പക്ഷേ ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് അവിടെ വരെ എത്താനും. സോ ഗൈസ്, ദാ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ വെള്ളച്ചാട്ടം. അത്ര വലുതൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. കാരണം ഏത് വെള്ളച്ചാട്ടം ആണെങ്കിലും എപ്പോഴും മഴയുള്ള സമയത്തല്ലേ നമുക്ക് വെള്ളം കൂടുതലായിട്ട് കിട്ടുള്ളൂ. സോ അതിൻ്റെതായ ഇത് എന്നാലും കുഴപ്പമില്ല. എനിക്ക് ആംബിയൻസ് ഒക്കെ നൈസാണ്. നമുക്ക് ന്യൂ ഇയറിന്റെ ഫസ്റ്റ് കപ്പ് കിട്ടിയിട്ടുണ്ട്. 2025 ഫസ്റ്റ് കപ്പ് we got it. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, മാളു പ്ലീസ് ഗിവ് മീ മൈക്ക്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. സോ ഗൈസ്, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇങ്ങ് വാ. മൈ ഡിയർ റോഡ് മിനിസ്റ്റേഴ്സ്, എനിക്ക് പറയാനുള്ള കഥ, ഈ മാതിരി കുഴികളുണ്ടല്ലോ റോഡിൽ, ഈ മാതിരി കുഴികളൊന്നും മാറ്റി തന്ന വളരെ ഉപകാരമായിരുന്നു. ഒരെണ്ണം റോഡിന് സെന്ററിൽ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ആ മൂലയിൽ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഈ കുഴിയിലാണ് നമ്മൾ വന്ന് വീണത്. സ്ലോപ്പ് ആയതുകൊണ്ട് വണ്ടി പോലും പൊങ്ങിയില്ല. ആ പടവായി, രണ്ടുപേര് വീണു. പിന്നെ ഭാഗ്യത്തിന് വണ്ടിക്കൊന്നും പറ്റിയില്ല. എന്തോ ദൈവഭാഗ്യം, വണ്ടിക്ക് ആകെ 3 മാസമായതുള്ളൂ വണ്ടി എടുത്തിട്ട്. ഒന്ന് ക്രാഷ് കാർഡ് വളഞ്ഞു, അത് കുഴപ്പമില്ല, എന്തായാലും ഞാൻ അത് മാറ്റാൻ വേണ്ടി വെച്ചേക്കുവാ. പിന്നെ 2 ഇത് എന്റെ വയസ്സറ എന്ത് പിഴച്ചു. ഇവരുടെ റോഡ് കാരണം വണ്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ല. 3 ഇതാണ് ഇവിടത്തെ അവസ്ഥ. ക്രാഷ് കാർഡ് വളഞ്ഞു, അത് നമുക്ക് ചവിട്ടി നേരാക്കാനുള്ളതേ ഉള്ളു. അതാണ്. പിന്നെ 2025 ഫസ്റ്റ് ബോഡി സ്ക്രാച്ച് ഇതായിരിക്കണു. ലീഡായിട്ടില്ല. സോ ഐ എം സോ ഹാപ്പി. എനിക്ക് ഇപ്പൊ തന്നെ ഒരു ഊഹം കിട്ടി, 2025 നമ്മൾ പൊളിക്കും ഗൈസ്. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the sky. So hi guys, നമ്മളിതാ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ മർമല വാട്ടർഫോൾസിലേക്കായിരുന്നു പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് മാപ്പില്
തവളപ്പാറ എന്നൊരു വ്യൂ പോയിന്റ് ഉള്ളതായി കണ്ടേ. സോ അങ്ങനെ വന്നതാ ആ വ്യൂ പോയിന്റ് കാണാൻ നിൽക്കാണ്. അതാണ് വ്യൂ പോയിന്റ്. കൂടെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിനെയും കൂടി കേട്ടിട്ടുണ്ട്. നല്ല കാറ്റും നല്ല വെയിലും ഉണ്ട്. ആകെയുള്ള ഗുണം ഈ ചെറിയ തണുപ്പുണ്ട്, വെയിലിന് അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല. Only you can make me move. You can make me move. Can make me move. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നോക്കിയപ്പോൾ കണ്ടൊരു സീനാണ്. ഇത് മലയുടെ ഇടയിൽ കൂടെ കുറേ സ്റ്റെപ്സ്. അത് കണ്ടിട്ടാണ് നമ്മൾ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കിയത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു അമ്പലമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ പണി വെക്കാം. മേളിലേക്ക് ഒരുപാട് സ്റ്റെപ്സ് ആയിട്ട് മേളിലും ഒരു ചെറിയ അമ്പലം കാണാം. മേ ബി ഇത് കുറേ കഴിയുമ്പം അത്യാവശ്യം ഫേമസ് ആവാനുള്ള ചാൻസ് നന്നായി കാണുന്നുണ്ട്. കാരണം ആ മാതിരി സ്റ്റെപ്സ് ഉണ്ട്. അത് കയറി അവിടെ വരെ എത്താന്ന് വെച്ചാൽ ഒരു ഇത് അങ്ങനെ കുട്ടിക്കാനം പൈൻ വാലി ഫോറസ്റ്റിന്റെ അവിടെയാണ്. ആക്ച്വലി നമ്മൾ ഇന്ന് അടുത്ത റൂട്ട് എന്ന് പറയുന്നത് വാഗമൺ കുട്ടിക്കാനം റൂട്ടാണ്. ടു ബി ഫ്രാങ്ക്, ഇത്രയും ഒരു എന്താ പറയുക ഹെവൻലി ഫീൽ ചെയ്യുന്ന ആ റൂട്ട്. ഇതുവരെ നിങ്ങൾ ആ റൂട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ റൂട്ട് ഒന്ന് വന്നു നോക്കണം. യു വിൽ റിയലി എൻജോയ് ഇറ്റ്. ഒന്നുകൂടി പറയാനുള്ളത് വാഗമൺ കുട്ടിക്കാനം റൂട്ടാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ആ പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വന്നാലോ? ഇത്രയും വലിഞ്ഞ് കയറണം ഇവിടുന്ന്. Happy New Year. നിറയെ പൈൻകായകളുണ്ട്. അതും പല ഷേപ്പിലാണ്, ടെക്സ്ചേഴ്സിലുമാണ്. നല്ല ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ടെക്സ്ചേഴ്സ് ആണ് എല്ലാം. ഷേപ്പ് ആണെങ്കിൽ ഇത് കാണില്ലേ, അടുക്കടുക്ക് പോലെ ഫ്ലവേഴ്സ് പോലെ. അതേസമയം ഇതൊരു പൈനാപ്പിളിൻ്റെ ഒക്കെ ടച്ച് പോലെ. സോ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഹോം ഡെക്കോഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ഞാനിത് കുറച്ചെടുത്ത് കൊണ്ടുവന്നു. കാരണം എനിക്ക് ഹോം ഡെക്കറേഷൻസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫുൾ ഫ്ലവർ ഉണ്ട്, കണ്ടോ? കൊറേ ഡിഫറെന്റ് ഷേപ്സും ടെക്സ്ചേഴ്സും ഉള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ആൻഡ് പതിയെ ഇതിന്റെ ഒക്കെ ഡെക്കോർ ചെയ്തതിന്റെ ഒക്കെ വീഡിയോ ഞാൻ പതുക്കെ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങളുടെ കമന്റ്സും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ കണ്ടിട്ട്. നമ്മുടെ പൈൻ ഫോറസ്റ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ?
ഞാൻ കളക്ട് ചെയ്ത പയൻകായും ഒക്കെ കാണിച്ചല്ലോ. സത്യം പറഞ്ഞ ഹെൽമെറ്റ് നിറഞ്ഞുണ്ടേ, കാരണം എനിക്ക് അത്രയും ഇഷ്ടമായി. നല്ല ഓരോന്നും പല ടെക്സ്റ്റേഴ്സ് ആയിരുന്നല്ലോ. സോ അങ്ങനെ ഈ കാഴ്ചകളെ കണ്ട് നമ്മൾ പതുക്കെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കുന്ന ലാഗുണ്ട്, അപ്പൊ എവിടെയെങ്കിലും ഒക്കെ നിർത്തുന്നതായിരിക്കും. ബാക്കി എൻ്റെ വല്ല പ്ലാൻ ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്പം അറിയിക്കുന്നതാണ്. സോ പോവാം.